ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്ത വട്ടം നല്ലൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കുമെന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള നാഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ നാഗപ്പാറ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിന് നടുക്ക് ഏക്കർ കണക്കിന് ഒരു പാറയാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും തോടുകളും മറ്റ് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗപ്പാറ ഫോറസ്റ്റിലെ കാഴ്ചകളാണ്. ഇപ്പം നമ്മൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേസമയത്ത് വേനൽ സമയത്ത് ഈ ഇലകളെല്ലാം ഉണങ്ങി അത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ്. ഫോറസ്റ്റിനുള്ളിലെ ഒരു പാറക്കൂട്ടമാണ്. ഇതല്ല നമ്മുടെ നാഗപ്പാറ, എന്നാൽ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു പാറക്കൂട്ടമാണ്. നമുക്ക് കൂട്ടുകാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പാറയിലൊക്കെ ഇരുന്ന് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു പാറയാണ്. പിന്നെ ഇവിടെ വരുന്നവരോട് ഒരു അഭ്യർത്ഥനയാണ്, ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഇവിടെ വലിച്ചെറിയല്. കാരണം ഇത് നമ്മുടെ വനമാണ്, അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കും മറ്റുള്ള വേസ്റ്റുകളും ഒന്നും ആരും ഇതിലോട്ട് വലിച്ചെറിയാണ്ടിരിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നാഗപ്പാറയിൽ ഈ പാറയോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മളിത് ആ തോട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയല്ലോ, ആ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പം നമ്മളെല്ലാം കൂടെ ആ തോട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, നമ്മളിവിടെ ഈ കാട്ടിപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ തോട് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ തപ്പിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഇതാണ് ആ തോട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ എവിടെയാണ് പെട്ട് കിടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതിന് ഈ തോട്ടിക്കൂടെ തന്നെ പോയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട. അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ്. ഇപ്പോൾ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചേനെ. തോടിന് കുറുകെ ഒരു മരം ഇവിടെ നിന്ന് കിടപ്പുണ്ട്. കുറച്ച് നേരം ഇതിലൊന്ന് വിശ്രമിക്കാം. നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ കുറെ വള്ളിയൊക്കെ തൂങ്ങി കിടപ്പുണ്ട്. ആഹാ, നല്ല രസം. റേഞ്ചില്ലേ? ഈ കാണുന്ന ചേട്ടൻ ഇവിടെ നാഗപ്പാറയ്ക്ക് അടുത്തുള്ളതാണ്. ഈ ചേട്ടനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. ഒരു വഴികാട്ടിയായിട്ട് ചേട്ടൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ചേട്ടാ, ഈ വരുന്ന വഴിക്ക് നമ്മളിതേ വളരെ പഴക്കം ചെന്നൊരു മരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ടും അല്ലെങ്കിൽ നാഗപ്പാറ ഒരുപാട് വട്ടം വന്നിട്ടും ഇങ്ങനൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ വരവ് നഷ്ടമായിട്ടില്ല. നല്ലൊരു സ്ഥലവും കാണാൻ പറ്റി, ആദ്യത്തെ വീഡിയോയും ചെയ്യാൻ പറ്റി. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരിയോളം നല്ല കാഴ്ചകളുണ്ട്, പക്ഷെ റിസ്ക് ആണ്, അതുകൊണ്ട് പോകുന്നില്ല. തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങ് താഴോട്ട് പോകുന്നതായിരിക്കും. നമ്മളീ കാണുന്ന ഈ തോടിന്റെ തുടക്കം ഈ നാഗപ്പാറയുടെയൊക്കെ ഏകദേശം മുകളിലായിട്ടാണ്. അപ്പോൾ ഈ തോട് ഇങ്ങനെ ഒഴുകി ഈ മനോഹരമായ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒഴുകി എത്തിച്ചേരുന്നത് നമ്മുടെ മണിമലയാറ്റിലാണ്.
നമ്മുടെ കാണാതെ പോയ കൂട്ടുകാരനാണ്. ഈ കൂട്ടുകാരനാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് തന്നിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് വളരെ റിസ്ക് പിടിച്ചൊരു സ്ഥലമാണ്. എന്തോ ഒരു ഗുഹ പോലെ അങ്ങ് താഴോട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും റിസ്ക് എടുക്കാതിരിക്കുക. വരുന്നവരൊക്കെ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുക, അങ്ങോട്ടൊന്നും ഇറങ്ങാതിരിക്കുക. Okay. Good job. ഈ നാഗപാതയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമ്മുടെ ഭീമനുരുട്ടിയ ഒരു പാറയുണ്ട്. ഭീമനുരുട്ടിയ പാറ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അടുത്തൊരു വീഡിയോയില് ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആ കാണുന്ന മല കണ്ടോ, അതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഫോറസ്റ്റ് ഏരിയയുടെ അപ്പുറത്താണ് നമ്മുടെ പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. അതായത് എന്റെ വീടൊക്കെ അവിടെയാണ്. അപ്പൊ നമ്മൾ ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ പെരുമ്പട്ടിയിൽ നിന്ന് ഇവിടേക്ക് നാഗപ്പാറയിലേക്ക് ഈ ഫോറസ്റ്റിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ നാഗപ്പാറയിലെ കാഴ്ചകൾ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയി അടുത്ത വട്ടം നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് കാട്ടിലൊരു ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട്. ഈ വള്ളിയിൽ നിന്ന് വീണില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.